അതുകൊണ്ടാ അനുവാദം വാങ്ങിവെക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞത്. സംഭവിച്ചതൊക്കെ അയാളോട് പറയണ്ടേ? ഒന്ന് ഞെട്ടിക്കണ്ടേ അയാളെ? എന്റെ ഞെട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ പിന്നെ അയാളുടെ കാര്യം പറയണോ? പറഞ്ഞു. എനിക്ക് ഹരിയെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞു. അതവൻ ഓർക്കണം. ഓരോ നിമിഷവും അതൊക്കെ ഓർത്തോർത്ത് അവൻ വേവണം. ഇതിലും വലിയൊരു ശിക്ഷ അയാൾക്ക് ഞാൻ കൊടുക്കാനില്ല ഹരി. ഒരേ ദിവസം തന്നെ 2 വലിയ കാര്യങ്ങളാ താൻ ചെയ്തത്. ഒന്ന് അവാർഡ് സമർപ്പണത്തിന്റെ വേദിയിൽ. അവിടെ പ്രണയമാണെങ്കിൽ ഇവിടെ പകയാ. ഞാൻ ഹരിയെ നന്നായിട്ട് വേദനിപ്പിച്ചു. അത് ഹരിക്കും അറിയാം. അത് മാറിയോ? അതിനെ വേദനയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരു നൊമ്പരോ. ഇഷ്ടപ്പെട്ട ആള് മുഖം തിരിക്കുമ്പോഴുണ്ടാവുന്നൊരു നൊമ്പരം. പക്ഷേ നിത്യ തിരിച്ചു വന്നപ്പോ എന്നോട് മാത്രമല്ലല്ലോ, ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞല്ലോ. താങ്ക്സ്. ഉല്ലാസിപ്പോ അടുത്ത പുസ്തകത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിക്കാണും. എന്താ പറയാ, കവിനെ എഴുതുന്നില്ലേ? എഴുതണ്ടേ? വേണം. ചാരാനൊരാളുണ്ടെങ്കിൽ വാക്കുകളൊന്നും തട്ടി നിൽക്കില്ല. ഒരു പ്രവാഹം പോലെ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓ, ഇനി എഴുതിയില്ലെങ്കിലേ എല്ലാവരും കൂടി എന്നെ കുറ്റം പറയാം.